കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചു മല്ലിയില നല്ല തഴച്ച് നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നല്ല ഉപയോഗം ഉണ്ടായിരുന്നു. കാരണം ഇപ്പം ഞാൻ പറയാം എന്തിനായിരുന്നു അത് ഉപയോഗിച്ചതെന്ന്. കുറച്ചേ എടുത്തുള്ളൂ, കുറച്ച് ബാക്കി ഞാനങ്ങ് നാളെ മറ്റന്നാളെ എടുക്കണം. അത്രയും നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനം നമ്മൾ ഏത് കറിയിലിടുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഡിഫറെൻ്റ് ആണല്ലോ. അപ്പോൾ നമുക്കിപ്പോൾ കാണാം എന്തിനാണെന്ന് ഉപയോഗിച്ചതെന്നുള്ളത് കേട്ടോ. ഇപ്പോൾ വൈകിട്ട് 8 മണിയായി കേട്ടോ. അപ്പോൾ ഞാൻ എന്തോത്തിനുള്ള പുറപ്പാടാണെന്നറിയാമോ? നാളെ ഞങ്ങൾക്ക് പള്ളിയിലെ ഓണ സെലിബ്രേഷനാണ്. അപ്പോൾ അതിന് സാമ്പാർ ഞങ്ങളാണ് ഒരു 80 പേർക്കുള്ള സാമ്പാർ ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ അതിന് കഷ്ണങ്ങളൊക്കെ നുറുക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അതിന് ഫ്രഷായിട്ട് വേറൊരു സംഭവം ഉണ്ട് കേട്ടോ. മല്ലിയിലെല്ലാം റെഡിയാ നിൽപ്പുണ്ട്. അപ്പോൾ അത് കുറച്ച് മുറിച്ചെടുത്ത് വെച്ച് കഴുകി വെച്ചാൽ നാളെ രാവിലെ കടുക് വറുത്തൊഴിക്കുമ്പം അതിനകത്തോട്ട് നമുക്ക് അങ്ങോട്ട് തൂകിയിടാം. പിന്നെ അതിന് വേണ്ടിയിട്ട് സാമഗ്രികളെല്ലാം ഇപ്പോൾ റെഡിയാക്കി വെച്ചെങ്കിൽ രാവിലെ ഞങ്ങൾക്ക് 10:30 മണിക്ക് പോകണം. 80 പേർക്കുള്ള ഉണ്ടാക്കണ്ടേ. അതിനനുസരിച്ച് നമുക്കെല്ലാം ചെയ്തിട്ട് പോകാൻ എല്ലാം ഇപ്പോഴേ അരിഞ്ഞ് വറുക്കി വെക്കണം വിചാരിച്ചിരിക്കുക ഞാൻ. ഇപ്പോൾ നമ്മൾ മല്ലി മുറിക്കുന്ന പരിപാടിയിലേക്ക് പോകുക. അപ്പോൾ നമുക്ക് ഈ മുറത്തിലോട്ടെല്ലാം പറിച്ച് വെക്കാം കേട്ടോ. പറിച്ച് തന്നെ മുറിച്ചെടുക്കാം, അതേ പറ്റുള്ളൂ. മൂടോടൊന്നും പറിക്കാൻ ഇപ്പോൾ നിൽക്കുന്നില്ല. കാര്യം ഇത്രയും സമയമായതുകൊണ്ടേ ഫ്രഷായിട്ട് മല്ലിയിലിട്ട് കടുക് വറുക്കാം. അതുകൊണ്ടാണ് ഇന്ന് എടുക്കാമെന്ന് വിചാരിച്ചാൽ. അല്ലെങ്കിൽ നേരത്തെ എടുത്ത് വെക്കണമെന്ന് വിചാരിച്ചാൽ അവരുടെ പണികളൊക്കെ നടക്കുന്നതിനിടയ്ക്ക് എൻ്റെ മക്കളെ എന്തോ പറയാൻ കൊച്ചുങ്ങളുടെ പുറകെ ഓടുമ്പോഴേ ഇതങ്ങ് വിട്ടുപോയി എടുക്കാൻ. ഇപ്പോഴാണ് ഓർത്ത് അയ്യോ ഇപ്പോൾ കഴി വെച്ചാലല്ല, ഇല്ലെങ്കിൽ രാവിലത്തേക്ക് അത് വെള്ളം പിടിച്ചിരുന്നാൽ നമ്മൾ കടുക് വറക്കുമ്പോഴേ പൊട്ടിത്തെറിക്കും. ഫ്രഷ് മല്ലിയല്ല കേട്ടോ, കുറച്ചുകൂടെ മുറിക്കട്ടെ. ഇത് മൊത്തം കിട്ടേക്കാം, അല്ല ഇത്രയും പേർക്കുള്ള സാമ്പാറല്ലേ. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് ഇട്ടാൽ നല്ല മണം കിട്ടും കേട്ടോ. ഇതിന് എല്ലാം തൊട്ടപ്പോഴത്തേക്ക് എന്തൊരു മണമെന്നറിയാമോ? രാവിലെ ഞങ്ങൾ 10:30 മണിക്ക് പോകണം ഇവിടുന്ന്. പൂക്കളം ഇടണം, അവിടെ പോയി നമ്മുടെ വീട്ടിലെ പൂ എടുത്തിട്ടാണ് പോകേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മളെല്ലാം ഉണ്ടാക്കി പിള്ളേരെ റെഡിയാക്കി എല്ലാം പോകണ്ട. എല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചാൽ രാവിലെ നമുക്ക് അത്രയും തിരക്ക് കാണത്തില്ല. ടിഫണും സാമ്പാറും വെക്കുന്ന പരിപാടിയേ ഉള്ളൂ നാളെ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഇങ്ങോട്ട് പരിപാടി റെഡിയാക്കാം. ഫ്രഷ് മല്ലിയില ഇത്ര റെഡിയാക്കി വെളുത്തുള്ളി, സവോള, കടുക് വറുക്കാൻ ഉള്ളി എല്ലാം പൊളിച്ചു വെച്ചു. ഇനി കഴിയെടുത്ത് വാലാൻ വെക്കുകയാണ്. ഇനി പിന്നെ കഷ്ണങ്ങൾ ഞുറുക്കണം. അപ്പോൾ ഇത്രയും തക്കാളി കുറച്ചുകൊണ്ട് വന്നു. ഇതും കുറച്ച് കഴി വെക്കണം, ബാക്കി ഫ്രീസ് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് കറിക്ക് ഇടേണ്ടിയ ഇതിടാം. പല കളറാണ് കേട്ടോ. 2-3 ഇടയ്ക്ക് പറിക്കുമ്പോൾ താഴെ വിടും പച്ച. അതുകൊണ്ട് അതിങ്ങനെ കളയാതെ എടുത്തോട്ട് പോകുന്നു. ശരി, കറിക്കകത്തിടാം. ഇത്രയും മാത്രം ഇപ്പോൾ റെഡിയാക്കി വെച്ചു. ഇനി അടുത്തത് അരി കരുതല്ല. വെള്ളം ഒന്ന് തോർന്നവണ്ണം എല്ലാം ചടപടമെന്ന് നമുക്ക് അങ്ങ് അരിയാൻ പോകും. കണ്ട ഉള്ളി അരിഞ്ഞോണ്ടിരിക്കുക നമുക്ക് കേട്ടോ. പെട്ടെന്ന് അങ്ങോട്ട് അരിഞ്ഞ് വെച്ചാൽ രാവിലെ സവാള അരിഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ ചെറിയ ഉള്ളി അരിഞ്ഞ് വെക്കുക കടുക് വറക്കാൻ. അന്നേരം രാവിലെ പിന്നെ ഒന്നും അരിഞ്ഞിട്ടിരിക്കണം. ഉള്ളി അരിഞ്ഞു വെച്ചു, വെളുത്തുള്ളി നടുവെ പൊളന്ന് വെച്ചു. അടുത്തത് മല്ലിയില അരിയാൻ പോവാം. കണ്ടോ, കുഞ്ഞുനാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നുണ്ട്. ഇനി ഞാനിത് ടിഷ്യൂ പേപ്പറിലോട്ട് വയ്ക്കാം. അപ്പോൾ അതിലുള്ള വെള്ളം മുഴുവൻ നല്ല ഡ്രൈ ആയിരിക്കും. രാവിലെ കടുക് വറക്കുമ്പോൾ പൊട്ടിത്തെറിക്കാതിരിക്കും മക്കളെ. അതൊരു ട്രിക്കാ കേട്ടോ. സാമ്പാറിനുള്ള പച്ചക്കറി എല്ലാം വന്നു. ക്യാരറ്റ്, വെണ്ടയ്ക്ക, ഉരുളക്കിഴങ്ങ്, വഴുതനങ്ങ ഇവിടെ ഫ്രീസറിൽ ഇരിപ്പുണ്ട്. അപ്പോൾ അതെടുക്കുക ഞാൻ. അതെല്ലാം ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് കഴുകി നീറ്റായി എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ നാളെ രാവിലെ എഴുന്നേറ്റ് നമുക്ക് സാമ്പാർ വയ്ക്കാൻ പറ്റും മക്കളെ. വെണ്ടയ്ക്ക കഴുകി വെച്ചിട്ടുണ്ട്. അത് വെള്ളം തുറന്നാലേ നമുക്ക് മുറിക്കാൻ പറ്റുള്ളൂ. നാളെ രാവിലെ ടിഷ്യൂ വെച്ച് തുടച്ചിട്ട് ബാക്കിയെല്ലാം ഇപ്പോൾ ഞാൻ മുറിച്ച് വയ്ക്കാൻ പോകും കേട്ടോ. രാവിലെ ധൃതി പിടിച്ച് സാമ്പാർ ഉണ്ടാക്കുമ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പോൾ സമയം ഒത്തിരിയായി. ഞങ്ങൾ പള്ളിയിൽ പോകാൻ തുടങ്ങും.